ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ട റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട റോസ്റ്റാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇനി നമുക്ക് മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 8 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ വരയിട്ട് കൊടുക്കുന്നുണ്ട്. വരയിട്ടാലേ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന മസാല അതിന് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഇട്ട് കൊടുക്കാം. അതിനു വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ മുട്ടയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ. ഇപ്പോൾ നമ്മളെ മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ മുട്ടയെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പെഷ്യൽ മസാല ആഡ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്യാം. ഇനി നമുക്ക് സവാളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്ത പെരിഞ്ജീരകവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നമ്മൾ ഉള്ളിലേക്ക് നല്ലോണം പിടിക്കണം. ഇനി ഞാൻ 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ആ പേസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. സ്പെഷ്യൽ മസാലയാണ് മുട്ട റോസ്റ്റിൻ്റെ. ഇനി നേരത്തെ അരച്ച് വെച്ച സ്പെഷ്യൽ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് 10 മിനിറ്റ് അരച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്യുക. കസൂരി മേത്തി ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടിയും ആഡ് ചെയ്യാം. അതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ്. സ്പെഷ്യൽ മസാലയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.